നമസ്കാരം. വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ, ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആകാംക്ഷയുടെ മുൾമുനയിലാണ് കേരളം. പക്ഷേ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം ധർമ്മടമാണ്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു വലിയ സന്തോഷ വാർത്തയുണ്ട്. പിണറായി വിജയൻ 4ാം റൗണ്ടിലും പിന്നിലാണ് എന്നുള്ളതാണ്. അവിടെ 2000 ചില്ലുവാനം വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് മുന്നിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപക്ഷെ കൂടുതൽ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴേക്കും പിണറായി വിജയൻ വിജയിച്ചേക്കാം. പക്ഷേ പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ കേരളത്തിലെ ജനങ്ങളും അണികളും വെറുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഈ നിമിഷങ്ങളിൽ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ടല്ലോ. ഒരുപാട് പാവപ്പെട്ടവർ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ അനുഭവിച്ച ആ മാനസിക സംഘർഷം, അത് പിണറായി വിജയനും കുടുംബവും അനുഭവിക്കുന്നത് കേരളത്തിലെ ഓരോ സാധാരണക്കാരും മനസ്സിൽ കണ്ടു ചിരിക്കുന്നുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ 4ാം റൗണ്ട് വോട്ടെണ്ണിയപ്പോൾ 6000 വോട്ടുകൾക്ക് മുന്നിലായിരുന്നു പിണറായി വിജയൻ. ആ സ്ഥാനത്താണ് ഇന്ന് 2600 ചില്ലുവാനം വോട്ടുകൾക്ക് പിണറായി വിജയൻ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അബ്ദുൾ റഷീദ് അത്ഭുതം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. പക്ഷേ ഇനി ഒരു പക്ഷേ കൂടുതൽ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴേക്കും പിണറായി വിജയൻ വിജയിച്ചെന്നിരിക്കും. പക്ഷേ കഴിഞ്ഞ തവണത്തെ അതിൻ്റെ 1/4 വോട്ട് പോലും പിണറായി വിജയൻ നേടാൻ സാധ്യതയില്ല. ഇവിടെ ചോദ്യം ചോദിച്ച ഒരു മനുഷ്യനോട് വീട്ടിൽ പോയിരിക്കുക എന്ന് പറഞ്ഞ പിണറായി വിജയനോട് താൻ വീട്ടിൽ പോയിരിക്കണോ എന്ന് ധർമ്മടത്തെ പോലും ജനങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. ധർമ്മടം നമുക്കറിയാം CPM-ൻ്റെ ഒരു ഉറച്ച കോട്ടയാണ് എന്ന് മാത്രമല്ല CPM-ൻ്റെ വിഗ്രഹം, ഐക്കൺ, മുതലാളി പിണറായി വിജയൻ്റെ ഒരു മണ്ഡലം കൂടിയാണത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തു ചെയ്താലും പിണറായി വിജയൻ ജയിക്കും എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അത്രയ്ക്ക് ശക്തമാണ് അവിടെ പാർട്ടിയുടെ സ്വാധീനം. ആ പാർട്ടി കോട്ടയിലാണ് പിണറായി വിജയൻ എന്ന നേതാവ് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു വാർത്തയാണ്. മറ്റേതെങ്കിലും ഒരു മണ്ഡലമായിരുന്നെങ്കിൽ പോലും ഇത്രയധികം ഒരു തിരിച്ചടി CPM-ന് ഉണ്ടാകുമായിരുന്നില്ല. ധർമ്മടത്തെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ശക്തി കേന്ദ്രമാണ് പാർട്ടിയുടെ. അവിടെ കൂടുതലും പാർട്ടി അണികളാണുള്ളത്. ആ പാർട്ടി അണികൾ പോലും പിണറായി വിജയൻ എന്ന ഏകാധിപതിയെ തോൽപ്പിക്കാൻ മുന്നിട്ടിറങ്ങുമ്പോൾ ഈ പാർട്ടി എത്രമാത്രം ജനങ്ങളിൽ നിന്ന് അകന്നുപോയി, പിണറായി വിജയൻ എന്ന നേതാവിനെ എത്രമാത്രം ജനങ്ങൾ വെറുക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ്. ഇതൊക്കെ തുറന്നു കാണിച്ച മാധ്യമങ്ങളെയാണ്, പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങളെയാണ് കഴിഞ്ഞ 10 വർഷങ്ങൾ പിണറായി സർക്കാർ വേട്ടയാടിയത്. ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അണികളായ പാർട്ടി അണികൾ, ചെങ്കൊടിയെയും പ്രസ്ഥാനത്തെയും സ്നേഹിക്കുന്ന സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാതെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പാർട്ടിയുടെ ഗുണ്ടകളല്ല, ഇപ്പോൾ ഈ അന്തം കമ്മികളെന്ന് നമ്മൾ വിളിക്കുന്ന, സൈബർ കമ്മികളെന്ന് വിളിക്കുന്ന ഗുണ്ടകളല്ല ഈ പാർട്ടിയെ നയിക്കുന്നത്. അവരല്ല ഈ പാർട്ടിയുടെ ശക്തി എന്ന് തെളിയിക്കുകയാണ് ധർമ്മടത്തെ ഈ ഒരു ഫലം. എന്തായാലും ഇനി വരുന്ന ഈ റൗണ്ടുകളിലൊക്കെ പിണറായി വിജയൻ ഒരു പക്ഷേ മുന്നോട്ട് പോയേക്കാം, ചുരുങ്ങിയ വോട്ടിന് പിണറായി വിജയൻ ജയിച്ചേക്കാം. പക്ഷേ പിണറായി വിജയനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാനസിക സംഘർഷം അത് ജനങ്ങളെ വല്ലാതെ സന്തോഷത്തിലാക്കുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ളവരെ. എന്തായാലും കർമ്മഫലം അത് തിരിച്ചടിക്കുമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ കർമ്മഫലമാണ് ഇന്ന് പിണറായി വിജയനെ തേടിയെത്തിയിരിക്കുന്നത്. വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറഞ്ഞ പിണറായി വിജയനോട് താൻ വീട്ടിൽ പോയി ഇരിക്കണോ എന്ന് പൊതുജനങ്ങൾ പറഞ്ഞു, ധർമ്മടത്തെ ജനങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. പിണറായി വിജയൻ അവിടെ തോൽക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും, എല്ലാവരും ആ മണ്ഡലത്തിലെ ജനങ്ങളോട് കടപ്പെട്ടവരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പിണറായി വിജയൻ എന്ന മൂട് ദ്രവിച്ച വൻമരം കടപുഴകി വീഴുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്.